ഹായ് ഹലോ. ഇന്നത്തെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ രാവിലെ ഇവിടെ 7:30-ക്കായിരുന്നു നിസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ഈന്തപ്പഴം പൊടിയും ചായയൊക്കെ കൊടുത്ത അച്ചുമോനും ഇക്കായും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി കാലം വരുമ്പോഴത്തേന് കഴിക്കാനായിട്ട് ഇടിയപ്പമാണ് രാവിലത്തേന് കഴിക്കാനായിട്ട് തയ്യാറാക്കി, മുട്ടക്കറിയും അങ്ങനെ അതൊക്കെ തയ്യാറാക്കി വെച്ച്. പിന്നെ അച്ചുമോനൊക്കെ ഇതാ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അപ്പനുമോനും അപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒത്തിരി ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവർ മുറ്റത്തൂടെ ഇങ്ങനെ പൂവൊക്കെ പറിച്ച് നടക്കുവാണ്. വീഡിയോയ്ക്ക് പോസ് ചെയ്തിരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. തുണിയൊക്കെ നല്ല പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ മേത്താക്കൂല. പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ ഇടാന്നോർത്ത് കഴിക്കാൻ നേരം മാറിയിട്ടാണ്. പിന്നെ ഇതാ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേനുള്ള ബിരിയാണി റെഡിയാക്കുവാണ്. ഇക്കടെ കൂട്ടുകാരനെയും പിന്നെ അപ്പുറമൊക്കെ കൊടുക്കണം, അതുകൊണ്ട് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കണം. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ നെയ്ച്ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുവാണ്. പിന്നെ കുക്കറിലേക്ക് മസാലയ്ക്കായിട്ട് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് വരുമല്ലോ, അല്ലെങ്കിൽ വഴറ്റിയെടുക്കാൻ ഭയങ്കര താമസമല്ലേ. പിന്നെ തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അതൊക്കെ ചതച്ചത് നേരത്തെ ഇട്ട ഉള്ളിയുടെയൊക്കെ കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമല്ലോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. 3 വിസിൽ അടിച്ചപ്പോഴത്തേന് മസാലക്കൂട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുകയാണ്. ഇനി അതിലേക്ക് നേരത്തെ അടിച്ച് വെച്ച സബോളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. സബോളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയത്, ഒട്ടും വെള്ളം വെക്കാതെയാണ് ഞാൻ വെച്ചത്. എന്നാലും വെള്ളം നല്ലപോലെ ഇറങ്ങി തക്കാളിയുടെയൊക്കെ. അതൊന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് അല്പം തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വറുത്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ ചള്ളാസും കൂടെ തയ്യാറാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇക്കാനും വന്നില്ല, പള്ളിയിൽ പോയിട്ടല്ലേ ഉള്ളു. പിന്നെ ഇത് അച്ചാർ, റെഡിമെയ്ഡ് അച്ചാറാണ് മേടിച്ചത്, അതൊക്കെ എടുത്ത് വെച്ച്. ഇനിയിപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് അല്പം ചോറ് കോരി മാറ്റിയതിന് ശേഷം മസാല അതിൻ്റെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മസാലയൊക്കെ ഇട്ട് കോരി മാറ്റിയ ചോറും കൂടെ അതിൻ്റെ മുകളിലായിട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി അല്പം മഞ്ഞളും ചെറുനാരങ്ങ നീരിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കളറിന് വേണ്ടിയിട്ട് അതും കൂടെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളിയും അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് അടിപൊളി ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീട്ടിലേക്കെല്ലാം കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇക്കടായി കൊടുത്തിട്ടാണ്. അങ്ങനെ ഇക്കടെ കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ട്, അച്ചുമോൻ്റെയും. അങ്ങനെ അവരൊക്കെ കഴിക്കായിരുന്നു. ഇനിയിപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കമ്പത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി. പെരുന്നാളിന് എവിടെയെങ്കിലും പോയില്ലെങ്കിൽ ഇതല്ലേ 4:30 ആയായിരുന്നു. എല്ലാവരും വന്ന് പോയി കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇപ്പോൾ ഇതാ 4:30 ആയപ്പോഴത്തേന് മുന്തിരിത്തോട്ടം കാണാൻ ഇറങ്ങിയാണ്. അടിപൊളിയാണ്. ഒത്തിരി ആളുണ്ടായിരുന്നു. ഇവിടെ നോയമ്പായിരുന്നു. ഇവിടെ ഇന്ന് നോയമ്പാണ്. ഇവിടെ ഇപ്പം റോപ്പ് വേയും സ്കൈ സൈക്കിളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഒന്നും ഇല്ലായിരുന്നേ. ഇതിപ്പോൾ കുറച്ചായിട്ട് പണിത് ഇതാണെന്ന് തോന്നുന്നു. പിന്നെ MSR മുന്തിരിത്തോട്ടമാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ, പെരുന്നാൾ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.